ഇന്ന് നടന്നത് ആറാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. 58 സീറ്റിലേക്കുള്ള മത്സരമാണ്. കഴിഞ്ഞ 5 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായി തന്നെ ഞങ്ങൾ അവലോകനം നടത്തിയിരുന്നു. പ്രേക്ഷകരുമായി അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 6ാം ഘട്ടമാണ് നടക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് ഒരു ഘട്ടം കൂടിയുള്ളൂ. 7ാം ഘട്ടം ജൂൺ 1-നാണ്. 57 സീറ്റുകളിലേക്കുള്ള മത്സരമാണ്. ഇന്നത്തെ മത്സരം വളരെ അധികം പ്രാധാന്യമുള്ള ഒരു മത്സരം തന്നെയാണ്. ഈ 58 സീറ്റുകളിൽ ദില്ലിയിലും ഹരിയാനയിലും എല്ലാ സീറ്റുകളിലേക്കും മത്സരം നടക്കുന്നുണ്ട്. പിന്നീടുള്ളത് ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ്, ഒഡീഷ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ് മത്സരം. കഴിഞ്ഞ തവണ, അതായത് 2019 ഈ 58-ൽ 40 സീറ്റ് ബി ജെ പിക്കുണ്ടായിരുന്നു. ബി ജെ പി മത്സരിച്ചത് 52 സീറ്റുകളിലാണ് ബി ജെ പി അന്ന് മത്സരിച്ചത്. ബാക്കി സീറ്റുകൾ അവരവരുടെ സഖ്യകക്ഷികൾക്ക് നൽകുകയായിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞ തവണ ഈ 58 സീറ്റിൽ മത്സരിച്ചത് 54 സീറ്റുകളിലായിരുന്നു. അവർക്ക് ഒരു സീറ്റും ലഭിച്ചില്ല. അതായത് കോൺഗ്രസ്സിന് വട്ടപൂജ്യമായിരുന്നു ഈ 58 സീറ്റുകളിലേക്ക് നടന്ന 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ. ബി ജെ പിക്ക് 40 സീറ്റ് കിട്ടി, അവർ സഖ്യകക്ഷികൾക്ക് കിട്ടി. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഹരിയാന കഴിഞ്ഞ തവണ 10-ൽ 10 ബി ജെ പിയാണ് നേടിയത്. ഇത്തവണ അതിൽ 1-2 സീറ്റ് നേടാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. മറ്റൊന്ന് പഞ്ചാബാണ്. പഞ്ചാബിലും അവർക്ക് കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മറ്റ് ഒരു ഇടം എന്ന് പറയുന്നത് ദില്ലിയാണ്. ദില്ലിയിൽ അവർ ആം ആദ്മി പാർട്ടിയുമായിട്ട് കൈകോർത്താണ് മത്സരിക്കുന്നത്. അവിടെ ജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളതല്ല, അവരെ കുറച്ചുകൂടി ചിന്തിപ്പിക്കുന്നത് ജാർഖണ്ഡാണ്. കാരണം ജാർഖണ്ഡിൽ അവർ JMM-ഉമായിട്ട് ചേർന്നിട്ടാണ് ഇലക്ഷന് മത്സരിക്കുന്നതും ഭരിക്കുന്നതുമൊക്കെ. അപ്പോൾ JMM-ൻ്റെ ഇപ്പോൾ ഹേമന്ത് സോറൻ ജയിലിൽ പോയതിന് ശേഷം എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്നുള്ളതിനൊരു ടെസ്റ്റ് ഡോസ് കൂടിയാണ്. ഇവിടങ്ങളിലെല്ലാം ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ജാർഖണ്ഡിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം MLA-മാർ കുറച്ച് നാൾക്ക് മുമ്പ് BJP-യുമായി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഹേമന്ത് സോറൻ്റെ പാർട്ടി ആ JMM-നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഇവിടെ BJP-യുടെ പ്രതീക്ഷ ഈ 40 സീറ്റുകൾ തന്നെയാണ്. ആ 40 സീറ്റിൻ്റെ കാര്യം ഏകദേശം അവർക്ക് ഉറപ്പിക്കാൻ കഴിയും. 40 ഇല്ലെങ്കിൽ പോലും 38 സീറ്റ് അവർക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം ഈ ജയിച്ച 40 സീറ്റിലും അവർ നല്ല മാർജിനിലാണ് ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർ ജയിച്ചിരിക്കുന്നത് വലിയ മാർജിനിൽ തന്നെയാണ്. അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്നിരിക്കുന്ന ആ ഒരു പാർട്ടി അത്രയും ഭൂരിപക്ഷം പൊടുന്നനെ കുറഞ്ഞ് തകരാനുള്ള സാധ്യതകൾ കുറവാണ്. ഇവിടെ UP-ൽ അവർ അപ്നാദൾ, RLD, അതുപോലെ തന്നെ നിഷാദ് പാർട്ടി തുടങ്ങിയ പാർട്ടികളുമായി സഖ്യത്തിലേക്ക് നിന്നിട്ടാണ് അവർ മത്സരിക്കുന്നത്. 74 സീറ്റിലേക്ക് അവർ മത്സരിക്കുന്നു. 6 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്. ബീഹാറിലേക്ക് വരുമ്പോൾ JDU-യുമായിട്ടാണ് അവർ ചേർന്ന് മത്സരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ അവർ തനിച്ച് മത്സരിക്കുന്നു. ഒഡീഷയിൽ അവർ തനിച്ച് മത്സരിക്കുന്നു. ദില്ലിയിൽ അവർ തനിച്ച് മത്സരിക്കുന്നു. ഹരിയാനയിൽ അവർ തനിച്ച് മത്സരിക്കുന്നു. പഞ്ചാബിൽ അവർ തനിച്ച് മത്സരിക്കുന്നു. ഏതാണ്ട് ഈ 40 സീറ്റുകൾ ചിതറിക്കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്ക് ലോട്ടറിയാണ്. കാരണം കഴിഞ്ഞ തവണ ഈ 58-ൽ ഒരു സീറ്റും കിട്ടിയില്ല, വട്ടപൂജ്യമായിരുന്നു. അവിടെ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. ഏതായാലും ദില്ലിയെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയോ ഇല്ലെങ്കിൽ വലിയ ഗീർവാണം അടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഹരിയാനയാണ് അവർ ഒരു പ്രതീക്ഷ വെക്കുന്നത്. പിന്നെ പഞ്ചാബ്, അത് അവരുടെ പരമ്പരാഗതമായ അവരുടെ ഒരു കോട്ട തന്നെ ആയിരുന്നു പഞ്ചാബ്. പിന്നീട് അത് ആം ആദ്മിയുടെ പോയി എന്ന് മാത്രമാണ്. കാരണം BJP സംബന്ധിച്ച് അങ്ങനെ അവരുടെ ഒരു ശക്തി കേന്ദ്രമൊന്നുമല്ല പഞ്ചാബ് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഹരിയാനയിൽ മറ്റു വിചിത്രമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്കോ കോൺഗ്രസ്സുകാർക്കോ യാതൊരു താല്പര്യവുമില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഈ നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJP-യിലും കോൺഗ്രസ്സിലുമുള്ള സകലമാന നേതാക്കളും നിയമസഭയിലേക്ക് കണ്ണുന്നിട്ടിരിപ്പാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭ അവർ വലിയ കാര്യമായി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ സീറ്റ് ചിലപ്പോൾ 1-2 കോൺഗ്രസ്സിന് ലഭിച്ചാൽ പോലും അത് അവരെ ആഹ്ലാദപ്പെടുത്തുന്നില്ല. പക്ഷേ അവർക്ക് നിയമസഭയിലേക്ക് പോകുമ്പോൾ അതൊരു വലിയ മൈലേജായിട്ട് തോന്നും. BJP സംബന്ധിച്ച് അവരുടെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിയമസഭയിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഹരിയാനയിൽ അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ ഒരു നിസ്സംഗമായി പോയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമ്മൾ കണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റിടങ്ങൾ. ദില്ലിയിലും സമാനമായ അവസ്ഥ തന്നെയാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ പക്ഷേ ഇത്തവണ ആം ആദ്മിയും കോൺഗ്രസും കൈകോർത്തിരിക്കുന്നു. കോൺഗ്രസും ആം
അലയൻസ് ആയതിന് തൊട്ട് പിന്നാലെയാണ് കേജ്രിവാൾ അകത്ത് പോയത്. അതെന്ത് തരം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊക്കെ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയും. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് കിട്ടിയാൽ ലോട്ടറിയാണ്. BJP സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഈ 40 സീറ്റ് നിലനിർത്താൻ കഴിയും, ഇല്ലെങ്കിൽ അതിന് മുകളിൽ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ അവർക്ക് സീറ്റ് കുറവുണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഒഡീഷയായിരുന്നു. 8 സീറ്റാണ് അവർക്ക് ആകെ കിട്ടിയത്, 21-ൽ 8 പക്ഷേ ഇത്തവണ അവരുടെ നില ഭയങ്കരമായി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു 16 സീറ്റിന് മുകളിലേക്കൊക്കെ ഒരുപക്ഷെ ഈ ഒഡീഷയിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ 40 സീറ്റിൽ കുറയില്ല, അല്പം കൂടാനുള്ള സാധ്യതകളെ അവർക്ക് കാണുന്നുള്ളൂ. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. 18 സീറ്റായിരുന്നു അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബീഹാറിൽ ആണ് അവർ അല്പം പിന്നോക്കം പോകുന്നതെങ്കിലും 1-2 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ അവർക്ക് വരും. കഴിഞ്ഞ തവണ 40-ൽ 39 ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ അത് 37-38 ആയി മാറും എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. ദില്ലിയിൽ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു 7-7 BJP തന്നെയായിരിക്കും. കാരണം ദില്ലിയുടെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. ഹരിയാനയിൽ അവർക്ക് 2 സീറ്റുകൾ കുറയാൻ സാധ്യത. പക്ഷേ ഈ സീറ്റ് കുറയുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. ഇപ്പോൾ ഹരിയാനയിൽ 1-2 സീറ്റ് കുറഞ്ഞാൽ 10 സീറ്റാണ് ഹരിയാനയിലുള്ളത്. അതിൽ 1-2 സീറ്റ് കുറഞ്ഞാൽ ഒഡീഷയിൽ അവർ അധികമായി പിടിക്കുന്ന ഒരു 8 സീറ്റ് കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കഴിയും. പശ്ചിമ ബംഗാളിൽ കഴിയും. ബീഹാറിൽ ചിലപ്പോൾ സീറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് യു പിയിൽ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 64 സീറ്റാണ്. അത് ഇപ്രാവശ്യം 75 ആയി കഴിഞ്ഞാൽ 10 സീറ്റ് അവിടെ തന്നെ അഡീഷണൽ ആയിട്ട് വരികയാണ്. അതുകൊണ്ട് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനം എടുക്കുമ്പോൾ അതിൽ കോൺഗ്രസിന് തന്നെയാണ് ലോട്ടറി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സീറ്റ് കിട്ടിയാൽ പോലും അവർക്കത് ലോട്ടറിയാണ്. പട്ടപൂജ്യത്തിൽ നിന്ന് ഒരു സീറ്റിലേക്ക് BJPയുടെ സീറ്റുകൾ കുറയാനുള്ള സാധ്യതകൾ ഒട്ടുമില്ല ഈ 58-ൽ. ഇതാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.